ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ അല്ലു അർജുൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് അവരൊരു അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലു അർജുൻ 22 അറ്റ്ലിയുടെ സംവിധാനത്തിൽ അല്ലു അർജുൻ്റെ ലീഡ് റോളിൽ വരുന്നൊരു പടം. അത് പ്രൊഡക്ഷൻ ചെയ്യുന്നത് നമ്മുടെ സൺ ടി വി ആണ്, കലാനിധിമാരൻ. അപ്പോൾ ഇവർ നേരത്തെ ഈ ഒരു പ്രൊജക്റ്റ് നേരത്തെ ഡ്രോപ്പായി എന്നൊക്കെ പറഞ്ഞ് റൂമേഴ്സൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അല്ലു അർജുൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് അവർ ഇന്നലെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അനൗൺസ്മെൻറ്റ് വീഡിയോ നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. ഐക്കൺ സ്റ്റൈലിഷ് എന്നാ സ്റ്റൈലിഷ് തന്നെയാണ്, ആ കാര്യത്തിലൊന്നും പറയാനില്ല. Discussion done. USA, Los Angeles. Oh, VFX. Oh, enna lukka. Inde mone. Oh. I just got done reading the script and I gotta say my head is still spinning. Superhero. Atliya. You read the script, what did you think about it? The script is seriously unlike anything I've ever read. It is the script best വേറെ ലെവലിൽ what I would ever want to create. It's amazing, yeah, right? So it's just the action. And it's just like one thing after another where I'm like, oh my God, oh wow. Reading through it, very excited about all the creature potential, all the different character potential. I cannot wait to be a part of this. I can't wait to see what his vision does. The story is unbelievable. ഈ ഒരു സംഭവം പോലെ തന്നെ ഗോട്ടിലന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു വെങ്കട് പ്രഭുവിൻ്റെ. അല്ലി എന്നെ പണ്ടപ്പോറേ, ഇതെന്താണ് സംഭവം? ഇതെന്തായാലും കണ്ട വെച്ച് നോക്കിയിട്ട് സൂപ്പർ ഹീറോ കോൺസെപ്റ്റ് എന്താണെന്നാണ് തോന്നുന്നത്. അല്ലി ഇത് വിജയ്ക്ക് വേണ്ടി എഴുതി കത്തിയെന്നൊക്കെ നേരത്തെ ആരോ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, റൂമേഴ്സ് അങ്ങനെ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ജവാനിൽ. ജവാൻ കണ്ട എല്ലാവർക്കും അറിയാം അറ്റ്ലി എന്താ ചെയ്തു വെച്ചേക്കണേന്ന്. കാരണം ഒരു വിജയ് മൂവിയുടെ ഒരു ടച്ച് തന്നെ ഉണ്ട്. അതേപോലെ പണ്ണലാണ് ഈ സിനിമക്കും അറ്റ്ലി പണ്ണപ്പോറെങ്കിൽ ലൈക്ക പ്രൊഡക്ഷൻ നിർത്തിപ്പോയ പോലെ ഈ സൺ ടി വി പ്രൊഡക്ഷൻ നിർത്തിപ്പോയിട്ട് വരുമെന്ന് തോന്നുന്നുണ്ട്. സംഭവം എന്തായാലും പെരുസ് എന്നതോ വരാനിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നല്ലൊരു മൂവി ആകട്ടെ. അറ്റ്ലി എല്ലാ തവണയും ഒരു തമിഴ് ടച്ച് തന്നെ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും എത്രത്തോളം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ലെന്നൊക്കെ പറയണില്ല, അത് എത്രത്തോളം ഉള്ളതാണെന്നൊക്കെ ഒന്നും നമുക്ക് അറിയത്തില്ല. പക്ഷെ എന്തായാലും സംഭവം എന്താണ്ടും പെരുസ അല്ലി പണ്ണപ്പോറെ. അപ്പം അതെന്തായാലും നല്ല അടിപൊളിയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നല്ലൊരു ട്രീറ്റ് ആകട്ടെ. അല്ലു അർജുൻ 22 അറ്റ്ലി 6 അതൊരു എക്സ്ട്രാ ഓർഡിനറി ഒരു പടമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലൊരു സിനിമയാകട്ടെ. ഇന്ത്യൻ മൂവീസ് കണ്ടിട്ട് പല രാജ്യങ്ങളിലെ ആൾക്കാരും കൊതിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു സിനിമയുടെ ഡിസ്കഷൻ്റെ ടൈമിൽ അറ്റ്ലി 100 കോടി ചോദിച്ചു, അത് കാരണം കൊണ്ട് ഡ്രോപ്പ് ചെയ്തെന്നൊക്കെയുള്ള ഒരു റൂമേഴ്സ് നേരത്തെ ഉണ്ടായിരുന്നു. പിന്നെ അവർ പിന്നെയും തിരിച്ചു വന്നേക്കണത് ചിലപ്പോൾ എന്തെങ്കിലും സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നല്ലൊരു മൂവി ആകട്ടെ.
അല്ലു അർജുൻ്റെ ബർത്ത്ഡേ ആയിട്ട് നല്ലൊരു അനൗൺസ്മെൻറ്റ് അവരെന്തായാലും ചെയ്തിട്ടുണ്ട്. അതെന്തായാലും അടിപൊളിയാകട്ടെ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ സൈനിങ് ഓഫ്.